ഉത്തരകന്നഡയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുൻ ഉണ്ടായിരുന്ന ലോറി സംഭവസ്ഥലത്ത് കരയിലില്ലെന്ന് സ്ഥിരീകരണം. കരയിൽ നടത്തിയ തിരച്ചിൽ പൂർത്തിയായ സാഹചര്യത്തിൽ സൈന്യമാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം റഡാർ പരിശോധനയിൽ പുഴക്കരയിൽ നിന്ന് ഒരു സിഗ്നൽ ലഭിച്ചതായും സൈന്യം അറിയിച്ചു. ഇത് ലോഹ സിഗ്നലാണെന്ന് കരുതുന്നുവെന്നും പരിശോധന തുടരുകയാണെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കരയിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരിച്ചതോടെ നേവിയും ആർമിയും ഗംഗാവലി പുഴയിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിൽ രൂപപ്പെട്ട മണൽത്തിട്ടയിലെത്തി സൈന്യം റഡാർ പരിശോധന നടത്തുകയാണ്. പരിശോധനയിൽ അനുകൂലമായ ഘടകങ്ങളുണ്ടെങ്കിൽ ഡ്രഡ്ജർ എത്തിച്ച് തുടർ പരിശോധന നടത്താനാണ് സൈന്യത്തിന്റെ തീരുമാനം. അതേസമയം മണ്ണിനടിയിൽ ലോഹ സാന്നിധ്യമുള്ളതായി റഡാറിൽ സൂചന ലഭിച്ചതിനെ തുടർന്ന് ഇത് ലോറിയുടേതാണോ മറ്റെന്തെങ്കിലും വസ്തുവിൻ്റെതാണോ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിലായിരുന്നു ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത്. 8 മീറ്റർ താഴ്ചയിലായിരുന്നു ലോഹ സാന്നിധ്യം ഉണ്ടായിരുന്നത്. സൈന്യം മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുന്നത് തുടരുകയായിരുന്നു. പരിശോധനയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സ്ഥിരീകരണം ഉണ്ടായത്. നേരത്തെ അർജുന്റെ മൊബൈൽ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്താണ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സമാനമായ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കുഴിച്ചപ്പോൾ കാര്യമായൊന്നും ലഭിച്ചിരുന്നില്ല. ഇതോടെ ലോറി പുഴയിലേക്ക് മറിഞ്ഞിരിക്കാമെന്ന ധാരണയിലാണ്. പുഴയിൽ കൂമ്പാരം കൂടിയ മണ്ണിനടിയിൽ പെട്ടിരിക്കാമെന്നും അനുമാനിക്കപ്പെടുന്നുണ്ട്. എങ്കിലും കരയിൽ തിരച്ചിൽ തുടരുകയും പിന്നീട് ഇങ്ങനെയൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുമായിരുന്നു.